ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് വണ്ടിയിൽ നിറച്ച ആൾക്കാരാണ് കേട്ടോ. അക്കു ഉണ്ട്, അസു ഉണ്ട്, ജുമാന ഉണ്ട്, റയാ ഉണ്ട്, ചക്കരയുണ്ട്, കുട്ടിയുണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പോൾ അപ്പായും ഉമ്മായും വലിയ ആൾക്കാർ ആരുമില്ല. നമ്മൾ എത്ര ആൾക്കാരുള്ളത്? 2, 4, 6, 7 ആൾക്കാർ. നമ്മുടെ കുഞ്ഞ് സുന്ദരടക്കം 7 ആൾക്കാർ. നമ്മളിന്നൊരു യാത്ര പോവാണേ. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ നാട്ടിലെ പൊന്മുടിയിലേക്കാണ്. അപ്പോൾ നമ്മൾ മുന്നേ ഒരുപാട് പ്രാവശ്യം പൊന്മുടിയിൽ പോയിട്ടുണ്ട്. വ്ളോഗ് തുടങ്ങിയതിന് ശേഷം പോയിട്ടുണ്ട്. ആ വ്ളോഗിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരുപാടായിട്ട് നമ്മൾ വെളിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പൊന്മുടി പോകാതെ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പോയിട്ടുണ്ടല്ലോ. എല്ലാവരും പോയിട്ടില്ലേ? അസു പോയിട്ടില്ലേ? ആ, പോവാത്തത് എൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ മക്കളല്ലേ. നമ്മളെ ഏയ് പൊന്മുടി പോയിട്ടുണ്ടോ? ആ അമ്മ പൊന്മുടി പോയിട്ടില്ലല്ലേ. അപ്പോൾ പോവാത്തത് എൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ മക്കളെ. അപ്പോൾ നമ്മളിങ്ങനെ പൊന്മുടി പോകാൻ വേണ്ടി നിൽക്കണം. കുറേ ആൾക്കാർ നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും പൊന്മുടിയിൽ. ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വരണം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. നമ്മുടെ കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയുന്നത്. എന്തിനാ കരയണേ? ഓക്കെ. അപ്പോൾ എന്നാലും പുറത്ത് കൂടെ നല്ല മഴയാണ് കണ്ടോ. അടിപൊളി മഴയാണ്. അവിടെ മഴ തന്നെയാവും. മഴയുള്ളപ്പോൾ നല്ല കോടമഞ്ഞുണ്ടാവും. പിന്നെ ബാക്കി നിന്നിപ്പോൾ തിരക്കുണ്ടോന്നോ നമുക്ക് അറിയില്ല. പോയി നോക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളിത് പോകാറങ്ങിയിട്ടുണ്ട്. സമയം 11:30 മണിയായി. 11 മണിക്ക് പോകാൻ വിചാരിച്ചാണ്. ഇവരെല്ലാം കൂടെ ഉറങ്ങി റെഡി ഇറങ്ങി. 11:30 ആയി. പിന്നെ ഇവർ ഇന്നലെ മുതലേ പറയുകയാണ് പോവാന്ന്. പിന്നെ ഞാനോരോ തിരക്കിൽ പെട്ടിട്ടും കാര്യങ്ങളിൽ പെട്ടിട്ടൊക്കെ ഇന്നത്തേക്ക് മാറ്റിയതാണ്. അപ്പോൾ എന്തായാലും നമ്മളതേ പോകാറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി പോണ വിശേഷങ്ങളും അവിടെ എത്തിയിട്ട് മഞ്ഞുണ്ടോ എന്താണ് അവസ്ഥ എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം ഗൈസ്. എന്നാൽ പോവാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴി അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു, മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് മഴ തോർന്നതാണ്. പക്ഷെ ഇപ്പോഴും മഴക്കാറുണ്ട്. മഴക്കാറിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ഏകദേശം ഒരു 10-18 കിലോമീറ്ററോളം പോകാനുണ്ട്. ഇത് കാണുന്നതൊക്കെ ഹെയർ പിന്നാണ് കേട്ടോ. നമ്മൾ കയറാനുള്ള ഹെയർ പിന്നുകളാണ്. കാരണം ഹൈ റേഞ്ച് അല്ലേ. അപ്പോൾ ഹിൽ സ്റ്റേഷൻ എത്തണമെങ്കിൽ ഇത്രയും ഹെയർ പിന്നുകൾ നമ്മൾ കയറി മുകളിലെത്തുക തന്നെ വേണം ഗൈസ്. അപ്പോൾ മോള് ഉറങ്ങി കേട്ടോ. മോള് ഉറങ്ങിയിട്ടുണ്ട്. ബേക്കിലെല്ലാവരും ഉറങ്ങിയ. ജുമാന ഉറങ്ങി, അസു ഉറങ്ങി, അക്കു ഉറങ്ങിയില്ല, റയ ഉറങ്ങിയില്ല. വണ്ടിയിൽ കയറിയതും 3 ആൾക്കാർ ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ 7 ഞാൻ ഉൾപ്പെടെ 7 ആളിൽ നിങ്ങൾ 6 ആൾ ഉറങ്ങിയാലും ഞാൻ ഉറങ്ങില്ല. കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. നമ്മുടെ കയ്യിലല്ലേ എല്ലാവരും ഉള്ളത്. അപ്പോൾ നമ്മൾ സേഫായിട്ട് തന്നെ ഓടിക്കും. അതിന് എവിടെയാണെങ്കിലും എത്രയാണെങ്കിലും. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പൊന്മുടിയിൽ എത്തിയിട്ട് കാണാം. ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആളിനും വണ്ടിക്ക് നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടോ എത്രത്തോളം ഹെയർ പിന്നുകളുണ്ട്. ഇങ്ങോട്ട് മുന്നോട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരാളിന് 40 50 കാറിനും പിന്നെ 50 അങ്ങനെ എത്രയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞാനിത് പറഞ്ഞുതരാം എത്രയാണെന്നുള്ളത്. ഓക്കെ, ഞാൻ മറന്നുപോയി മുന്നേ വന്നപ്പോൾ ഓർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി ചെക്കിങ് ഉണ്ടാവും. ചെക്ക് ചെയ്തിട്ടാവും വണ്ടി അകത്ത് കയറ്റി വിടുന്നത്. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ളത്. എഴുന്നേറ്റോ എല്ലാവരും എഴുന്നേറ്റു ഗൈസ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് വരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12നും 14 വയസ്സിന് ഇടയിലുള്ള, അതായത് 8നും 12, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 12 വയസ്സുള്ള കുട്ടികൾക്ക് പിന്നെ 20 രൂപയാണ് റേറ്റ്. അതിന് മുകളിലുള്ളവർക്ക് എല്ലാം അഡൾട്ട്സിൻ്റെ റേറ്റാണ്. 40 രൂപയാണ് റേറ്റ് വന്നിട്ട് ഒരാൾക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി കാറിലാണ് വരുന്നതെങ്കിൽ കാറിന് 40 രൂപയാണ്, ബൈക്കിലാണെങ്കിൽ 20 കണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 240-250 രൂപയോളം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹെയർ പിന്നാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടോ ഇത്രയും ഹെയർ പിന്നാണ്. നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കണം. കണ്ടില്ലേ, കണ്ടോ വണ്ടി ഇറങ്ങി വരണുണ്ടോ ഹെയർ പിന്നിന്ന്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ടോപ്പിലെത്തിയിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഏകദേശം നമ്മൾ മുകളിലെത്താറായിട്ടുണ്ട്. അപ്പോൾ ഇത് കോടമഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ചൂടൊക്കെ 24 ഡിഗ്രി ആയിട്ട് മാറി. അപ്പോൾ നല്ല അടിപൊളി കോടമഞ്ഞാണ് കണ്ടോ. ഒരുപാട് യാത്രക്കാരുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടും പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ടും പെരുന്നാളിൻ്റെ ലീവ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ ഫുള്ള് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഫുള്ള് നല്ല തിരക്കിലാണ്. അപ്പോൾ ക്ലൈമറ്റും മഴ ആയതുകൊണ്ട് രക്ഷയിൽ അടിപൊളി ക്ലൈമറ്റാണ് അല്ലേ ചക്കരെ? എങ്ങനെയുണ്ട്? അടിപൊളി. എന്താണ് നോക്ക് ഗൈസ്, ക്ലൈമറ്റ് നിങ്ങൾ കണ്ടോളി. ഏതാ കോട നോക്കി. ഇതുവഴിയാണ് മറ്റേ സ്ഥലത്ത് പോകണം ചക്കരെ. മറ്റേ അല്ലല്ല, ആ മരത്തിന്റെ. അതെ, ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ബ്രെഡ് ഓംലെറ്റും കോഫിയും ചായയൊക്കെ ആയിട്ട്
ഒരുപാട് കടകൾ ഇതിൽ കൂടെ ഉണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ചുകൂടി പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ കോടങ്ങൾ കണ്ടില്ലേ, പിടുത്തം വിട്ട കോടയാണ് ഗൈസ്. നമുക്ക് അടിപൊളി കോട. അപ്പോൾ ബാക്കി നമുക്ക് ടോപ്പിലെത്തിയിട്ട് കാണാം. അതുകൊണ്ട് എല്ലാ പൊട്ടന്മാരോടും പൊട്ടത്തികളോടും കൂടി ആയിട്ടാണ് പറയുന്നത്. വെഴുക്കലുണ്ടാവും, നോക്കി നടന്നില്ലെങ്കിൽ കാലും കയ്യും പോകും, പല്ലും പോകും. അങ്ങനെ നമ്മള് പൊന്മുടി എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ മുകളിലെത്തിയപ്പോൾ കോടമഞ്ഞ് വലുത് നമ്മൾ താഴേന്ന് കണ്ട അത്ര പോലെ ഇല്ല, പക്ഷെ വരും, വന്നും പോയി ഒക്കെ നിന്നോളും, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കണ്ടില്ലേ, തിരക്കുണ്ടല്ലേ ചക്കരെ അല്ലേ? അടിപൊളി തിരക്കുണ്ട് അല്ലേ? ഇവിടെ എത്തിയപ്പോ മഞ്ഞില്ലല്ലേ? കുട്ടിക്ക് പിന്നെ ഷോക്സ്, പാൻറ്, ഫുൾ കൈയുള്ള ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മുകളിലെത്തിയപ്പോ പറ്റിച്ചുല്ലേ? മഞ്ഞ് വരും. അതാ ഇറങ്ങണുണ്ടോ, കോട ഇറങ്ങണുണ്ടോ? വരും. അതിങ്ങനെ മാറി വരും. അവിടെയൊക്കെ ആൾക്കാരൊക്കെ നോക്ക്, കണ്ടോ? നോക്ക, കണ്ടോ? മഞ്ഞ് വരും, പേടിക്കണ്ട. ജനമോളെ ഏതാ ഫ്രെയിമില്ലേ? ആദ്യമായിട്ട് പൊന്മുടി വന്നാണ് എൻ്റെ കുട്ടി. മോളിലെത്തിയപ്പോൾ മഞ്ഞും പോയി. മഞ്ഞ് വരും കേട്ടോ, മഞ്ഞ് വരും. അതെ, ഇവിടെച്ചിട്ട് കണ്ണുറക്കാൻ വയ്യാത്ത പോലത്തിലായി ഗായ്സ്. വെയിലാണ് കണ്ടോ. ഇപ്പൊ മഞ്ഞ് വന്നു തുടങ്ങിയല്ലേ? ഇപ്പൊ ഇവിടെ നിന്ന് കാണാനില്ല ഗൈസ്. ഇപ്പോ കോട ഇറങ്ങി തുടങ്ങി. അതങ്ങനെ തന്നെയാണ്, കോട വരും, പെട്ടെന്ന് തന്നെ കാറ്റ് കൊണ്ട് പോകും, വീണ്ടും മാറും, അങ്ങനെ തന്നെയാണ്. അത് മാറും. ആ ഹിൽ ടോപ്പ് കാണാൻ കൂടി ഇല്ല, ഇപ്പോൾ വിസിബിലിറ്റി പോയി. ഓക്കെ, ഫുള്ള് പോയി. കുട്ടി നോക്കാണ് എല്ലാവരും കൂടെ എവിടെ കൊണ്ടുപോകണതെന്ന്. ശരി, ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പൊന്മുടി ഹിൽ ടോപ്പ്. കണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കയറാൻ നിന്നില്ല, കാരണം അതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ഇതേപോലത്തെ കുറേ കല്ലൊക്കെ ഉള്ള വഴികളാണ്. അപ്പോൾ കുട്ടീനെ കൊണ്ട് കയറുന്ന ടാസ്ക്കാണ്. അത് കാരണം കൊണ്ട് എന്ത് ചെയ്തില്ല, ഞങ്ങൾ കയറില്ല എന്ന് വിചാരിച്ചു. നമ്മളത് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ കൊണ്ട്, ചെറിയ ഇളം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസ്. കണ്ടോ, ആണ് ഹിൽ ടോപ്പ്. ആ സൈഡിലൊക്കെ കോട വെക്കാം, കണ്ടോ? അടിപൊളി. ഇനി നിങ്ങളെല്ലാവരും കൂടെ നിൽക്കും. വീണ്ടും മഞ്ഞായി തുടങ്ങി ഗൈസ്. മഞ്ഞുണ്ടെങ്കിൽ ചൂടുണ്ടല്ലേ ചക്കരെ? ചൂടുണ്ടല്ലേ? ചൂടുണ്ട്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞിറങ്ങുമ്പോൾ വീണ്ടും വെയിലടിക്കുകയല്ലേ. അതിൻ്റെ വെറൈറ്റി പോസുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണാം, കണ്ടോ? അതിൻ്റെ വെറൈറ്റി പോസുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ചെറിയ കാറ്റുണ്ട് അല്ലേ ചക്കരെ? ഇപ്പം ചെറിയ കാറ്റുണ്ട്. കുഞ്ഞിപ്പെണ്ണേ ടാറ്റ കൂട് ടാറ്റ. കുഞ്ഞിപ്പെണ്ണ എന്തൊക്കെയോ കാണാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെ കാണാനുള്ളത്. പിന്നെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ പോവാം, പക്ഷേ കുട്ടീനെ കൊണ്ട് കയറുന്ന ടാസ്ക് അല്ലേ. പിന്നെ താഴെ നമ്മൾ ഏറ്റവും എൻഡിൽ പോയിട്ടുണ്ട്. പിന്നെ താഴോട്ടേക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞ് കാണാം, മഞ്ഞ് തന്നെ കാണാനുള്ളത്. അല്ല അപ്പം എന്താ ഉള്ളത്? ഓർമ്മയില്ല, മഞ്ഞ് കാണാൻ തന്നെ ഈ കണ്ട ആൾക്കാരൊക്കെ വരണം ചക്കരെ. കുട്ടികളും മക്കളൊക്കെ വരികയാണ്. നോക്കിക്കോ, വീഴണ്ട. അസു എങ്ങനെയുണ്ട് മഞ്ഞ്? അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളാം ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. ഫോട്ടോ എടുക്കാൻ ഒരുപാട് ഫ്രെയിമുകളുണ്ട് കേട്ടോ, അതാണൊരു കിട്ടല്. അങ്ങനെ നമ്മൾ മലയിറങ്ങി താഴേക്ക് പോവുകയാണ് കേട്ടോ.
സമയം എത്രയായി? 3 മണിയായില്ലേ? 3 മണിക്കുള്ള വെതറാണ് കാണുന്നത്. പോവല്ലേ? ചോറ് കഴിക്കണ്ടേ നിങ്ങൾക്ക് ആർക്കും? കാന അറിയുന്നുണ്ട്. ചോറ് വേണമെന്നാണ് ഇവർ പറയണത്. എല്ലാവർക്കും വയറുവിശക്കുന്നുണ്ട്. വയറുവിശക്കുന്നുണ്ട്. വന്നപ്പോൾ ബേക്കറിയിൽ നിന്ന് കുറച്ച് കേക്കും പഴവും വെള്ളമൊക്കെ വാങ്ങി അത് നമ്മൾ കാറിൽ നിന്ന് കഴിച്ചു. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്തായാലും നേരത്തെ വന്നത് ചോറ് വെച്ചിട്ട് വരാറുന്നില്ല. എനിക്ക് ചോറ് വെച്ചിട്ട് വരാൻ നിന്ന് കഴിഞ്ഞാൽ വീക്കെൻഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ബ്ലോക്ക് ആവും. അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ 11:30 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരെയും ഇവിടെ എത്ര നേരത്തെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. വൈകുന്നേരം വരാൻ നല്ല അടിപൊളി ബ്ലോക്ക് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ നേരത്തിന് ഇറങ്ങിയത്. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോൾ ഭക്ഷണം കഴിച്ച് പോകാന്നുള്ള രീതിക്കാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അടിപൊളി മഞ്ഞായി. നോക്ക് അവിടെയൊക്കെ ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമാണ്. അവിടെ ഒന്നും കാണാൻ തന്നെ കിട്ടണില്ല. കണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ. അതാ മഴ പൊടിയുന്നുണ്ട്. വേം വഴി മഴ. അല്ലല്ല, വേഗം പോവാം. വണ്ടി മാറി നടക്കും, സൈഡായി കൊടുക്കും. ഇങ്ങനെ ഇറങ്ങാം വരി. ഇതങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി വണ്ടിയിൽ കയറിയിട്ടുണ്ട്. സമയം 3 മണി. നമ്മൾ എപ്പോഴാണ് വന്നത്? ചക്കര എത്ര മണിക്ക് എത്തിയത്? 1:30 വന്നതല്ലേ? 2:30 3 ഏകദേശം 1.5 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതേ വീണ്ടും മഴ ചാറുന്നുണ്ട്, മഴച്ചാറ്റലുണ്ട്. മഞ്ഞിന് എന്നിട്ട് യാതൊരു കുറവ് കാര്യങ്ങളൊന്നുമില്ല. മഴ ഉള്ളപ്പോൾ മഞ്ഞ് കൂടെ തന്നെ ഉള്ളൂ. അതാ ചെറിയ കുട്ടികളൊക്കെ പോണ മക്കളൊക്കെ. അതെ, മഴ ഇപ്പോൾ തുടങ്ങി. നമ്മുടെ കറക്റ്റ് ടൈമിന് എത്തിയില്ലേ? ഓക്കെ, എന്നാ നമുക്ക് വിടുകയല്ലേ? ഓക്കെ, നമുക്ക് നേരെ വിടാം. ഭക്ഷണം കഴിക്കാറുണ്ട്. എന്നാ പോയി വയ്ക്കാലോ. ഓക്കെ, അടിപൊളി മഴയാണ് കേട്ടോ. നമ്മളത് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുന്നേ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇറങ്ങാൻ പറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വീട്ടിലേക്ക് തിരിക്കും. ഇപ്പോഴത്തെ ആൾക്കാർ വരണതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വരണവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകുന്നേരം 4 മണി വരെ എൻട്രൻസ് ഉണ്ട്. രാവിലെ 8:09 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് എൻട്രൻസ് ടൈം. അപ്പോൾ 4 മണിക്ക് ശേഷം വന്നാൽ ഇവിടെ ചെക്ക് പോസ്റ്റ് കയറ്റി വിടില്ല. 4 മണിക്കുള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6-6:30 മണി വരെ, നമുക്ക് 6:45 മണി വരെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ കയറുന്ന സമയം 4 മണി വരെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ടിക്കറ്റ് ചാർജ് അഡൾട്ട്സിന് 40, പിന്നെ 12 വരെ വയസ്സുള്ള ആൾക്കാർക്ക് 20, കാറിന് 40, ബൈക്കിന് 20, അങ്ങനെ എത്രയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല അടിപൊളി സീസണാണ്. മഞ്ഞൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വരാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വരും. എനിക്ക് വടക്കോട്ടുള്ള ആൾക്കാരും ചിലപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും നമ്മളെ വീഡിയോയിൽ കൂടി കാണാം. അപ്പോൾ ഇനി ഏതെങ്കിലും എപ്പോഴെങ്കിലൊക്കെ സമയത്ത് നമ്മളെ ഈ നാട്ടിലേക്ക് ട്രിവാൻഡ്രം കൊല്ലം ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു പൊന്മുടി വന്ന് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. മാക്സിമം ഈ ഒരു സമയത്ത് വരാൻ പറ്റിയാൽ അടിപൊളിയായിട്ട് മഞ്ഞ് ഉണ്ടാവും, നല്ലപോലെ ആസ്വദിക്കാൻ പറ്റിയ. എല്ലാ സമയത്തും മഞ്ഞുണ്ടാവും, പക്ഷേ ചെറിയൊരു ചാറ്റലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് കോട ഉണ്ടാവും. കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടാവും, ഫുള്ള് കോട ഉണ്ടാവും. കണ്ടോ, 0 വിസിബിലിറ്റിയാണ് ഗൈസ്, ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഇനി 22 ഹെയർ പിന്നാണുള്ളത്. നമുക്ക് 22 ഹെയർ പിന്നും ചുരം ഇറങ്ങി നമ്മൾ താഴെ പോയാൽ മാത്രമേ ഇനി കടകൾ കാര്യങ്ങളുള്ളൂ. പിന്നെ പോണ വഴിക്ക് പിന്നെ ഓംലെറ്റും പിന്നെ ബ്രെഡ് ഓംലെറ്റും ചായയൊക്കെ കുടിക്കണമെങ്കിൽ ചെറിയ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയ ബ്ലോക്ക് ഉണ്ട്. കണ്ടില്ലേ, തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും, വരുന്ന ആൾക്കാരുണ്ടാവും. റോഡ് ചെറിയ റോഡായതുകൊണ്ട്, മലയോര റോഡല്ലേ, അപ്പോൾ ചെറിയ റോഡാണ്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ചെത്തുമ്പോൾ റോഡ് ഇടുങ്ങുന്ന സമയത്ത് പിന്നെ 2 വണ്ടിയിൽ നിന്ന് ഒരുമിച്ച് പോകാൻ കഴിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ചില സ്ഥലത്തൊക്കെ. ഓക്കെ, പിന്നെ മക്കളെ അങ്ങോട്ട് പോയപ്പോൾ ഒന്നും അറിഞ്ഞില്ല, സിമ്പിളായിട്ട് പോയി. പക്ഷെ തിരിച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് കേട്ടോ. നമ്മളിതേ 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 3:30 ആയിട്ട് ആകെ വന്നത് 1 കിലോമീറ്ററാണ്. അതായത് മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് എത്തിയതേ ഉള്ളൂ, അല്ലാതെ കാര്യമായിട്ടൊന്നും ഓടിയിട്ടില്ല. 1/2 മണിക്കൂറോളം എന്താ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ താഴത്തൊക്കെ വണ്ടി ഇട്ടിട്ട് നടന്നു വരികയാണ്. വരണോടത്തൊക്കെ ചോദിച്ചപ്പോൾ താഴോട്ട് ഫുള്ള് ബ്ലോക്ക് തന്നെയാണെന്നാണ് പറയുന്നത്. വൈകുന്നേരം ടൈം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത് കൂടി ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക്. ഇങ്ങോട്ട് വണ്ടികൾ കയറി പോണതൊന്നും കാണാനുമില്ല. ഇങ്ങോട്ട് താഴെ എവിടെയോ നല്ലപോലെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. 1/2 മണിക്കൂറിന് മുകളിലായി. അപ്പോൾ എല്ലാവരും വായു ഭക്ഷിച്ച് കിടന്ന് ഉറങ്ങുക. കേക്കും കടമൊക്കെ തിന്നില്ലേ വാങ്ങിയത്? ഇപ്പം നമ്മൾ ഏകദേശം താഴത്തെ എയർപിന്നൊക്കെ ഇറങ്ങി താഴെ ഇറങ്ങേണ്ടിയുള്ളതാണ്. എന്നാൽ അവിടെ നിന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ടൈമായി, കറക്റ്റ് താഴത്തെത്തുള്ള സമയമായി. പക്ഷേ ഭാഗ്യമില്ല മക്കളെ, ഭാഗ്യമില്ല. കുഴപ്പമില്ല, എന്തായാലും വെയിറ്റ് ചെയ്യും. ഇതൊക്കെ അതാ കോടയൊക്കെ ഉണ്ട്, ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം.
വല്ല ഇത് ബ്ലോക്ക് ആവണ വല്ല ചായക്കടയുടെ മുന്നിലാണെങ്കിൽ കാര്യം. അതെ, അങ്ങോട്ട് ചായക്കടയൊക്കെ പോണ വഴിക്ക് അതാവട്ടുണ്ട്, പക്ഷെ അവിടെ നിന്ന് എത്തിപ്പെടില്ല, അതാ ഫുള്ള് ബ്ലോക്കാണ്. മക്കളെ മണിക്കൂർ ഒന്നായി ബ്ലോക്കിൽ നിന്നിട്ട് ലാസ്റ്റ് നിന്ന് കുടുങ്ങിയിട്ട് ചക്കരയും പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഞാൻ തന്നെ മോളും ഇറങ്ങി നിൽക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു ബസ് വന്നിട്ട് ഇത് ബ്രേക്ക് ഡൗൺ ആയതാണ്. അപ്പോൾ ഏകദേശം ചെക്ക് പോസ്റ്റിന്റെ അവിടെ, അതായത് താഴെ നിന്ന് മുകളിലേക്കും വണ്ടികൾ വരുന്നില്ല, മുകളിൽ നിന്ന് താഴേക്കും വണ്ടികൾ വരാത്തൊരു സിറ്റുവേഷനിൽ കിടക്കുകയാണ്. അപ്പോൾ വണ്ടി വലിയ ബസ്സാണ് കേട്ടോ, ബ്രേക്ക് ഡൗൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്നില്ല. അപ്പോൾ മെക്കാനിക്ക് വന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. വണ്ടി ശരിയാക്കി കഴിഞ്ഞിട്ട് വേണം ആ ബസ് എടുക്കാൻ, എന്നിട്ട് വേണം നമുക്ക് പോകാനും താഴെ നിന്ന് വരാനൊക്കെ ആൾക്കാർക്ക്. എന്തായാലും പെട്ടു ചക്കരെ. ഭക്ഷണം കഴിച്ചില്ല എന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, നേരത്തെ വന്നിട്ട് നേരത്തെ ഇറങ്ങിയത്. പക്ഷേ ഇങ്ങനെ ഒരു പെടൽ പെടുന്നു വിചാരിച്ചില്ല. സമയം 4:15 എത്ര 4:15 കഴിഞ്ഞില്ലേ, 4:15 എൻ്റെ കുട്ടി പിന്നെ ഒരു ചീപ്പും കയ്യിൽ വെച്ചോണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ കിടുങ്ങി, നന്നായി. വല്ലാത്തൊരു ബ്ലോക്കായി പോയി ഇപ്പോൾ. അല്ല, രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് ഇല്ല, എവിടെയാണ്? ആദ്യത്തെ ടിക്കറ്റ് എടുക്കുന്ന ചെക്ക് പോസ്റ്റ് ഇല്ല, അതിനിപ്പുറത്ത് അവിടെ നിന്ന് ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ കയറിപ്പോയവരൊക്കെ 2:15 2 മണിക്ക് വന്ന ആൾക്കാരാണ്. സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ, കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞതാണ് 2:15 അവരോട് എത്തിയതാണ് എന്ന്. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വരികയാണ് അവർ. ഓ, എന്താ കഥ. അങ്ങനെ ഫൈനലി 5 മണിയായി കേട്ടോ. അതേ നമ്മളെ വണ്ടി എടുത്തപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇപ്പോഴാണ് വണ്ടി എടുക്കുന്നത്. ആൾക്കാരത് കുറേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്, കയറി വരുന്നുണ്ട്, ഒരുപാട് വരെയും പോയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇനി ബ്ലോക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം. ഓക്കെ, എത്ര നേരം, 2 മണിക്കൂറേ, ഒരു രക്ഷയുണ്ടായില്ല മക്കളെ. അതെ, ആകെ തലവേദന എടുക്കുകയാണ് വിശന്നിട്ടേ. കഴിക്കാം ഭക്ഷണം കഴിക്കാം നമുക്ക്.